ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കൊരു പാർട്ടി, എന്തെങ്കിലും ഫംഗ്ഷൻ, ഒരു കല്യാണം അതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന, നമുക്ക് പാർലറിലൊന്നും പോകാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ വേണം, അങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. നല്ല റിസൾട്ടാണ്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോയും ടാനൊക്കെ മാറി സ്കിന്നിനൊരു ഫ്രഷ് ലുക്കൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്ന അതേ ഒരു പ്രൊസീജിയർ പെട്ടെന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത്, എൻ്റെ കുറേ ഫേസ് പാക്കുകളിൽ നമുക്ക് ചില പാക്കുകൾ ഭയങ്കര പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഫേവറേറ്റ് ആയിരിക്കത്തില്ലേ, അതിലൊരു പാക്കാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ബെൽ ബട്ടണും കൊണ്ട് അതും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് ഫുള്ളായിട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഇതുപോലെ തന്നെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നത് അത്രയും കുറവായിരിക്കും കേട്ടോ. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഈ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളും കാണും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ കോഫി പൗഡറിൻ്റെ എല്ലാ മാസ്കും തന്നെ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ എടുത്ത്, പിന്നെ നമ്മൾ ഷുഗറാണ്, പഞ്ചസാര, എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു പ്രൊസീജിയർ, അത് 2 സ്റ്റെപ്പാണ് ഇതിനുള്ളത്, 3 സ്റ്റെപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലെടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ഇത് ചെയ്യാം കേട്ടോ, ക്ലെൻസിങ് ചെയ്യാം. ഞാനിപ്പോൾ ഫേസ് വാഷ് വെച്ച് ക്ലെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ക്ലെൻസറല്ല, നമ്മൾ ഈ സ്ക്രബിങ് ആണ് കേട്ടോ. മെയിനായിട്ട് നിങ്ങൾ എടുക്കുന്ന പഞ്ചസാര, ഷുഗർ എന്ന തരികളില്ലേ, ഭയങ്കര വലിപ്പം കൂടിയതാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് പൊടിക്കണം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കട്ടായിപ്പോയി. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതൊക്കെ അലിഞ്ഞ് ചേർന്നോളും. അല്ല, ചെറിയ തരികളാണെങ്കിൽ നിങ്ങൾ പൊടിക്കേണ്ട ആവശ്യമില്ല. വലിയ തരികളാണെങ്കിൽ നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുമ്പോൾ ഇങ്ങനെ കീറാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്, പാടുകൾ വരും. അത് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഫേസിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ട് 2 കൈയിലും കൂടി കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിലെ അപ്വേർഡ് മോഷനിൽ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. മൂക്കിൻ്റെ ഭാഗത്ത്, നമ്മുടെ എറൗണ്ട് ദ മൗത്ത്, പിന്നെ നമ്മുടെ ചിൻ ഏരിയ, പിന്നെ നമ്മുടെ നെക്ക് പോർഷൻ എല്ലാം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാനുണ്ട്. പിന്നെ വലിച്ച് ഭയങ്കര ഇറുക്കി ചെയ്യരുത്. ഒരു മീഡിയം ടൈപ്പ് പ്രഷറാണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത് കേട്ടോ. നല്ല റിസൾട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിച്ചിറുക്കി ചെയ്യരുത്. അപ്പോൾ അങ്ങനെ, എന്നിട്ട് നമ്മൾ നെക്ക് പോർഷൻ വിട്ടു പോകരുത്. നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്താലും നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം. അപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് ഞാൻ നന്നായിട്ടൊരു മസാജ് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ലെമൺ എടുത്തില്ലേ, അതിന് പകരം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ എടുക്കാം. ചിലവർക്ക് ലെമൺ അലർജി ആയിരിക്കും, പിന്നെ ടൊമാറ്റോ ചേർക്കാം. പിന്നെ നമുക്ക് കുക്കുംബറില്ലേ, അത് വേണമെങ്കിൽ ചേർക്കാം. നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്കേ അറിയാവൂ. അപ്പം ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ചെവിയുടെ ഭാഗത്തോ റിസ്റ്റിൻ്റെ ഭാഗത്തോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ മതി. നമുക്കിനി വാഷ് ചെയ്യാം. ഇനി അടുത്ത നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോണത് നമ്മൾ ഫേസ് മാസ്ക് ആണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ഈസി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഫേസ് മാസ്ക് ആണ്. അതിന് വേണ്ടി തൈരെടുത്തു, കടലമാവ് എടുത്തു. ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോണത് നമ്മുടെ ഈ കോഫി പൗഡറാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ടൊരു പാക്കും കൂടി റെഡിയാക്കി എടുക്കാം. ഇതിൽ നമ്മൾ കോഫി പൗഡറും പാലും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക, ആവി പിടിക്കുക കേട്ടോ. സ്റ്റീം ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പുതപ്പില്ലേ, നമ്മുടെ ബെഡ്ഷീറ്റ്, അത് മൂടിയിട്ട് അങ്ങനെ ആവി പിടിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ആവി പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് വീശി അടുത്തോട്ടാക്കണത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പുതപ്പ്, നമ്മുടെ ബെഡ്ഷീറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ഫേസിലോട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ അതങ്ങനെ ആവി പിടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തുളസിയോ നവരയിലയോ എന്തെങ്കിലും ഇടാം കേട്ടോ. ഞാൻ 2 നവരയിലിട്ടെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് ആദ്യം അണ്ടർ ഐ സർക്കിൾസിന് വേണ്ടി, ഡാർക്ക് സർക്കിൾസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മിക്സ് ഇടാം കേട്ടോ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മൾ
കണ്ണിന് ചുറ്റും ഇടാൻ പാടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു മസാജ് കൊടുക്കാം. അപ്പോൾ ഇതിനിട്ടതിന് ശേഷം നമുക്കിനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാക്ക് അപ്ലൈ ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ കണ്ണിനും ഉള്ള ഒരു റെമഡി ആവും കേട്ടോ. നല്ല ഒരു റെമഡിയാണ് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ വീക്കിലി ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്ത് നല്ലതായിട്ട് നല്ല മാറ്റം വരും കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് നമ്മുടെ മിക്സിയിലെ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ, കാരണം നമ്മുടെ ഫേസിൽ അങ്ങനെ ഇങ്ങനെ ചേർന്നിരിക്കണം, ഒലിച്ച് പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ തൈരും കോഫി പൗഡറും കടലമാവും സൂപ്പറാണ് കേട്ടോ. തൈരെന്ന് പറയുന്നത് നമുക്ക് തൈരിൽ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളെ ക്ലെൻസിങ് നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഗ്ലോയും ഫ്രഷ് ലുക്കൊക്കെ തരും. പിന്നെ നമ്മുടെ ഈ കടലമാവ് ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് നമ്മുടെ പോഴ്സിൽ നിന്ന് അഴുക്കൊക്കെ ഡേർട്ടൊക്കെ വലിച്ചെടുക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഏത് പാക്ക് ഇട്ടാലും നമ്മൾ നെക്കിലും കൂടി ഇടണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കഴിവതും പാക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ഇടുന്നതാണ് നല്ലത്. പിന്നെ ഈ പാക്ക് നമ്മൾ രാവിലെ ഇട്ട്, ഞാൻ ഇതിപ്പോൾ മോർണിംഗാണ് ഇടുന്നത് കേട്ടോ. വൈകുന്നേരം ഇടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ലൊരു ഗ്ലോയും നല്ല മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഈ പാക്ക് നമുക്ക് വീക്കിലി 2 തവണയൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആഫ്റ്റർ 25 ആണെങ്കിൽ നമുക്ക് വീക്കിലി 2 തവണയൊക്കെ ഇടാം കേട്ടോ. പിന്നെ 15 വയസ്സിന് താഴെയുള്ളവരൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാൽപ്പാമരാതി തൈലം, അങ്ങനെ കേര തൈലം, അതൊക്കെ നോക്കിയിട്ട് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന നോക്കിയിട്ട് അതൊക്കെ അപ്ലൈ ചെയ്യാം. വെളിച്ചെണ്ണ, അങ്ങനെയുള്ള റെമഡീസൊക്കെ മതി കേട്ടോ. ആഫ്റ്റർ 25 ഒക്കെ കഴിഞ്ഞ് നമ്മൾ 30+ ഒക്കെ ആകുമ്പോൾ, 30 കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ച് മെച്യൂർ ആകും. അപ്പോൾ അങ്ങനെ മെച്യൂർഡ് ആയിട്ടുള്ള സ്കിന്ന് നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് നോക്കണം. ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ സ്കിന്നിന് പ്രശ്നമാണെങ്കിൽ വെളുക്കും അല്ലെങ്കിൽ ടാൻ പോകും, പിഗ്മെൻറ്റേഷൻ മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് അപ്ലൈ ചെയ്യരുത്. നിങ്ങളൊരു പാച്ച് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്കേ അറിയാവും. എന്നിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. അത് മസ്റ്റായിട്ടും. കാരണം ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്ന എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അല്ല, ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റോ സ്കിൻ സ്പെഷ്യലിസ്റ്റോ ഒന്നുമല്ല. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പാക്കുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സ്കിൻ നിങ്ങൾക്കേ അറിയാവും. അപ്പം എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻസോ എന്തെങ്കിലും ഉള്ള കുട്ടികളാണെങ്കിൽ, ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇടല്ലേ. അപ്പോൾ ഞാനിതൊരു 8 മിനിറ്റൊക്കെ വെച്ചോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ശകലം വാട്ടർ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, അല്പമേ ഉണങ്ങിയിട്ടുള്ളൂ. കാരണം ഇപ്പം മഴയായിരുന്നു ഞാനിപ്പോൾ ഇട്ടുന്ന സമയത്ത്, അതുകൊണ്ട് തന്നെ ഉണങ്ങാൻ പാടാണ്. വെയിലത്തൊക്കെ ആണെങ്കിൽ, വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ആവുകയും. അപ്പോൾ നിങ്ങളത് ഉണങ്ങി പോകണമെങ്കിൽ നിങ്ങളത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുമോ, അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ഡാബ് ചെയ്തിട്ട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മസാജിങ് ആണ്. ജസ്റ്റ് നമ്മൾ പാർലറിൽ കിട്ടുന്ന അതേ ഒരു മസാജ് നമ്മൾ വീട്ടിൽ ചെയ്യണം. കണ്ടോ, ഭയങ്കര ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ ടാൻ റിമൂവ് ആയി നിങ്ങൾക്ക് കാണാം. നല്ല ഗ്ലോ ഉണ്ട്. ബിഫോറും ആഫ്റ്ററും നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങളും അതുപോലെ നോക്കുക കേട്ടോ. ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കും, അങ്ങനെ എന്തെങ്കിലും. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് മസ്റ്റായിട്ടും ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ആവി പിടിച്ചില്ലേ, ആവി പിടിച്ച സമയത്ത് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ അത് ക്ലോസ് ആവണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് വീണ്ടും ഡേർട്ടൊക്കെ അകത്ത് പോയി നമുക്ക് വീണ്ടും അത് ഒരുമാതിരി ആവും, ഫേസൊക്കെ പിമ്പിൾസും ഒക്കെ വരും. അതുകൊണ്ട് നമുക്ക് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ അലോവേര ജെല്ലില്ലേ, അത് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട്, നാച്ചുറൽ അലോവേര ജെല്ലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഐസ് ക്യൂബ് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് വല്ലതും ഐസ് ക്യൂബ് ആക്കിയിട്ട് അത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ കുക്കുംബർ ജ്യൂസില്ലേ, അത് ചെയ്യാം. അതൊക്കെ അടിപൊളിയായിരിക്കും. ഇതിപ്പം ഞാൻ സാധാ ഐസ് വാട്ടറിൽ എടുത്താണ് ഐസ്. അതിൻ്റെ ജസ്റ്റ് ഫേസിലൊക്കെ ഓൾ ഓവർ ദ ഫേസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയൊരു മസാജ് കൊടുക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. ഈ സമയത്ത് മഴയാണെങ്കിൽ ചൂടുണ്ടായിരുന്നേ, അപ്പോൾ ഫേസിലിട്ടപ്പോൾ നല്ല സുഖം. അങ്ങനെ നമ്മൾ ഫേസിൽ കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻസോ പിന്നെ സ്കിന്നിന് പെട്ടെന്ന് ഭയങ്കര റെഡ്നെസ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് പറ്റുന്ന ആ രീതിയിൽ പോയാൽ മതിയേ. അപ്പോൾ നമ്മൾ സ്ക്രബിങ് അല്ല, ജസ്റ്റ് ഒരു മസാജിങ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ചെറുതായിട്ടൊന്ന് പാഡ് ഡ്രൈ ചെയ്യുക. നിങ്ങൾ ടവൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്യണം. ഭയങ്കര ഇറിറ്റേറ്റഡ് ആയ രീതിയിൽ വലിച്ചെടുക്കരുത്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ
നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണ് സ്യൂട്ടാവുന്ന ആ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും വേണം ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ സ്കിൻ ടൈപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനിൻ്റെ ഞാൻ മോയ്സ്ചറൈസറിൻ്റെയും കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെയും വീഡിയോ ഞാൻ കഴിഞ്ഞ ഇതിലിട്ടിട്ടുണ്ട്. അത് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കും. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സെറ്റാഫിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോയ്സ്ചറൈസർ. ഓൾ സ്കിൻ ടൈപ്പിന് ചേരുന്ന തരത്തിലുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. നന്നായിട്ട് അബ്സോർവ് ചെയ്യും, പിന്നെ നന്നായിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാം. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ഇതിൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. എന്നിട്ട് നമ്മൾ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൺസ്ക്രീന് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന സൺസ്ക്രീൻ നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫേസ് പാക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.